ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഗൻവില്ല ചെടികൾ എങ്ങനെ നമുക്ക് ഒരു ബോൺസായി രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം, അതേപോലെ ബോഗൻവില്ല ചെടികൾ എങ്ങനെ ഒരു ചെടിയിൽ തന്നെ നിറയെ ചെടികൾ വച്ച് പിടിപ്പിച്ച് പല നിറത്തിലുള്ള പൂക്കൾ ഒരേ ചെടിയിൽ വിരിയിച്ചെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. ബോഗൻവില്ലയുടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള തണ്ടുകൾ നമ്മൾ ശേഖരിക്കുക, അതേപോലെ തന്നെ ബോഗൻവില്ലയുടെ നല്ല വലിപ്പമുള്ള തണ്ടുകൾ നോക്കി മുറിച്ചെടുത്ത് നമുക്കത് വേര് പിടിപ്പിച്ച് അതിലാണ് നമ്മൾ ഈ ബോഗൻവില്ലകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബോഗൻവില്ലയുടെ ചെടികൾ നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിക്കാൻ പോവുകയാണ്. അതെങ്ങനെയുള്ളത് നോക്കാം. ഇത് നമ്മൾ കുറച്ച് ബോഗൻവില്ലയുടെ തണ്ടുകൾ മുറിച്ചെടുത്തതാണ്. നല്ല വണ്ണമുള്ള തണ്ടുകൾ നോക്കിയിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ തണ്ടുകളാണ് നമ്മൾ നട്ട് വേര് പിടിച്ചെടുത്ത് ഇതിലാണ് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബോഗൻവില്ലകൾ ബഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വണ്ണമുള്ള കൊമ്പുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിറയെ തൈകൾ ഒരു ചെടിയിൽ തന്നെ കുറേ വെറൈറ്റികൾ നമുക്ക് ബഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ കുറച്ച് തണ്ടുകൾ ഇതേപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തണ്ടുകൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കട്ടിങ്ങുകൾ ബഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നട്ട് കൊടുക്കാം. ചെമ്പരത്തിയിലും ക്രോട്ടോൺ ചെടിയിലൊക്കെ ഇതേപോലെ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോഗൻവില്ലയിൽ ആദ്യമായിട്ടാണ്. നമുക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ മുറിച്ചെടുത്ത കുറച്ച് തണ്ടുകളാണ്. ഈ തണ്ടുകൾ അത്യാവശ്യം നല്ല മൂപ്പത്തിയ ബോഗൻവില്ല ചെടിയുടെ തണ്ടുകളാണ്. വലിയ തണ്ടുകളാണ്. ഏകദേശം 10-15 വർഷമായിട്ടുള്ള ബോഗൻവില്ലയുടെ വലിയ തണ്ടുകൾ നോക്കി മുറിച്ചെടുത്തതാണ്. ഇത്തരത്തിലുള്ള തണ്ടുകളുടെ അഗ്രവശത്താണ് നമ്മൾ ഈ ചെടി വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മളൊരു പോട്ടിലേക്ക് വെച്ച് ഈ ചെടി ഇത് വേര് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കുറച്ച് ബോഗൻവില്ലയുടെ സ്റ്റെമ്മുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെടികൾക്ക് എന്നൊക്കെ നമ്മൾ ഓരോ കട്ടിങ് വീതം എടുക്കുകയാണ്. ഇത്തരത്തിലുള്ള ചെടികളുടെ ഇതേപോലത്തെ ഒരു അഗ്രഭാഗത്തുള്ള തണ്ടുകളാണ് നമ്മൾ ഇതിൽ വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ചെടികളുടെ മുകളിലുള്ള ഈ തണ്ടുകളുടെ ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അഗ്രഭാഗം ഒന്ന് ഷേപ്പാക്കി എടുക്കാനുണ്ട്. ഈ ഒരു രീതിയിൽ അഗ്രഭാഗം കൂർപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ അഗ്രഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ വലിയ തണ്ടുകളാണെങ്കിൽ നമുക്ക് ഒരു തണ്ടിൻ്റെ അഗ്രഭാഗത്ത് തന്നെ ഇതേപോലെ 6-7 വെറൈറ്റികൾ വെച്ച് കൊടുക്കാം. ഇപ്പം 5 നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി 3-4 കൂടി വയ്ക്കാനുണ്ട്. കംപ്ലീറ്റ് ആക്കി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പോളിത്തീൻ കവർ വെച്ച് ചുറ്റി ഇതിൽ എയർ കിടക്കാത്ത രീതിയിൽ ഭദ്രമാക്കിയിട്ട് ഒരു പോട്ടിലേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മൊത്തമായിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പോട്ടിലേക്ക് നട്ടു കൊടുക്കുന്നത്. ചെടി നമ്മൾ പോട്ടിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പോളിത്തീൻ കവർ കൊണ്ട് മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാനാണ്. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേനൽക്കാലത്ത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മഴക്കാലത്തായിരിക്കും ഏറ്റവും ഉചിതം. മഴ പോയ സമയത്തായാലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു തണുപ്പുള്ള സ്ഥലത്തേക്ക് വെച്ച് നമുക്ക് വേര് പിടിപ്പിച്ചെടുത്തതിന് ശേഷം പുതിയ പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ആ സമയത്തുള്ള നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ചെടി നമ്മൾ പോളിത്തീൻ കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ രീതിയിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള ചെമ്പരത്തി ചെടിയാണിത്. വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ്. ഇതിൽ 5 വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ക്രോട്ടോണും ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബോഗൻവില്ല ചെടികൾ നമുക്ക് ഏത് രീതിയിലും വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതേപോലെ നല്ല വെയിലുള്ള സ്ഥലത്ത് നിറയെ പൂക്കളൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഔട്ട്ഡോർ പ്ലാന്റുകളിൽ നല്ലൊരു ഭംഗിയുള്ള ചെടി കൂടിയാണ് ബോഗൻവില്ല. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.